ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ഉണ്ടല്ലോ. ഹലോ ഗൈസ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ എന്താ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തിന് ശേഷം ഞാൻ വാങ്ങിച്ച എയർ ഫ്രയർ. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ് കേട്ടോ. 6.2 liters. ഞാനിത് ഓർഡർ ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ MRP വന്നിട്ട് 11,995 റുപ്പീസാണ്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് 9,500 റുപ്പീസിനാണ് കേട്ടോ. ഇത് വന്നിട്ട് ഫുള്ളി ഡിജിറ്റലും അതുപോലെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് കണ്ടാലോ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് വന്നിരിക്കുന്നതും നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ ഇതിന് കൂടുതൽ എന്താ പറയുക, എന്തെങ്കിലും വീണാലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി മേലെ തന്നെ ഒരു ട്രേ പോലെ ഇന്ന് കാർഡ്ബോർഡിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ മേൽ പോർഷൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് തലതിരിഞ്ഞാണ് ഉണ്ടായിരുന്നതെന്നാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ആയിട്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ ഈ ബോക്സിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഗ്യാരണ്ടി കാർഡും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്ന ഒരു പേപ്പറും കൂടാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ പുറത്തെടുക്കുന്നത്. ഇത് കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ലുക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കുറച്ച് ചെറുതായിട്ട് കാണുന്നത്, പക്ഷേ അത്ര ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസും വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ മേലെ തന്നെ നമ്മുടെ ഡിഗ്രി മെഷർമെൻറ്റ് അതുപോലെ നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ് ഒക്കെ അതിൻ്റെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിജിറ്റൽ ആയതുകൊണ്ടാണ് അവരത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുപോലെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചത് 6.5 liters ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഞാൻ ഇവിടെ മോളിൽ ചെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് കുട്ടിയായപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും വലിപ്പം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളി സ്പേഷ്യസും നമ്മുടെ എന്താ പറയുക, ഒരു 4 പേരുള്ള ഫാമിലിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാനും റെസിപ്പീസൊക്കെ ഉള്ള ആപ്പിൻ്റെ ഡീറ്റെയിൽസും അവിടെ തന്നെ സ്കാൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ട്രേ പോലത്തെ സാധനമുള്ള അത് ഡിറ്റാച്ചബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് കഴുകുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയിലാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ ഡയറക്റ്റായിട്ട് വെക്കേണ്ട, അപ്പോൾ കുറച്ച് പെട്ടെന്ന് ചീത്തയാവില്ലേ, അതുകൊണ്ട് അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചൊരു സിൽക്കിൻ്റെ ട്രേ ആണ് കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്യുന്നത് 6 piece സെറ്റാണ്. അപ്പോൾ കപ്പ് കേക്ക് മുതൽ നമുക്ക് വലുതായിട്ട് ഏറ്റവും വലുതായിട്ട് വരുന്നവരെ. പക്ഷേ ഇത് 4.5 liters ആയിപ്പോയി എന്ന് തോന്നുന്നു ഞാൻ ഓർഡർ ചെയ്തത്. കാരണം എൻ്റെ ഇതിൽ വെക്കുമ്പോൾ ട്രെയിൽ വെക്കുമ്പോൾ കുറച്ച് ചെറുതായിരുന്നു കേട്ടോ, ഏറ്റവും വലിയ സാധനം പോലും. പിന്നെ ഇതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രേ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു 300 റുപ്പീസ് സംതിങ് ആണ് കേട്ടോ വരുന്നത്. ഇനി അടുത്തൊരു ഐറ്റം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിനകത്തേക്ക് ഓയിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് ഒരു ഓയിൽ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഇതും ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ടിരിക്കുന്നത് ഒരു 145 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റി ബോട്ടിലാണ് കേട്ടോ. ഈ കാണിച്ച 3 പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാനിതിൻ്റെ കുക്കിംഗ് ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.